യൂട്യൂബ് ഒന്നുമില്ല, പക്ഷേ അതിൽ എനിക്ക് നല്ലൊരു വീഡിയോ ഉണ്ട്. നമുക്ക് യൂട്യൂബ് ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ലോഗിൻ ചെയ്താലേ പറ്റുള്ളൂ. അപ്പം കിട്ടിയൊരു സാധനമാണ്, അതിൻ്റെ അകത്താണ് ഞാൻ ഈ വീഡിയോ ഇടാൻ പോകുന്നത്. ഓക്കെ, നല്ല ഫോട്ടോ എടുക്കാം. ഓക്കെ, UAE വന്നിട്ട് കുറച്ച് ഫ്ലോപ്പായ കഥയാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് ഫ്ലോപ്പ്? ഫുഡിലാണ് അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മലയാളികളുടെ സുപരിചിതമായ കുറച്ച് ഐറ്റംസ്, മീൻകറി, ഉപ്പുമാവ്, പുട്ട്, ഇതൊക്കെ സിമ്പിളാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് കുറച്ച് പ്രയാസമായിരുന്നു. അതിൽ മീൻകറിയിൽ നിന്നാണ് തുടക്കം. മീൻകറി എന്തായി? മീൻകറിക്ക് ഞാൻ അത്യാവശ്യം വെക്കുന്നതായിരുന്നു. എൻ്റെ അമ്മ അത്യാവശ്യം നല്ല കുക്കായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ അതൊക്കെ പോയി. ഞാനൊരു കുക്കല്ലാതെയായി മാറി. മീൻകറി കഴിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് വന്നു പെട്ടത് മദീനയിൽ. മദീനയിൽ നമ്മളെന്ത് വാങ്ങി? ഓഫറിനാണ് നമ്മൾ മദീനയിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയി മീൻകറിയില്ല, മീൻ വാങ്ങിച്ചു. ഏത് മീൻ? സൂത. മറ്റുള്ള സ്ഥലത്ത് എന്താണ് അതിനെന്താ പറയാന്നുള്ളത്? സൂതമീൻ എന്താ പറയുക? സൂതമീൻ അതാണ് ചോദിച്ചത്. സൂതമീൻ എന്താണ് നിന്റെ കോട്ടയ്ക്ക് പറയാം? സൂതമീൻ എന്നാ എനിക്ക് മനസ്സിലായി. അതായത് ഒരു വെള്ള കളറും ഒരു ബ്രൗൺ കളറിലുള്ള സാധനമാണ്. മത്തിയാണോ? അയല, കിളി, ചെമ്പല്ലി, ചൂര, കേര, അങ്ങനെ എന്തോന്നാണ്. ഓക്കെ, എന്തോ ആവട്ടെ, അതാണ് വാങ്ങിച്ചത്. അങ്ങനെ അത് വാങ്ങിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ മീൻകറി വെക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അതിനകത്ത് വെളുത്തുള്ളി ഇടാൻ വേണ്ടി. ഇവിടുത്തെ വെളുത്തുള്ളി നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളിയും ഭയങ്കര വ്യത്യാസമാണ്. ഇവിടുത്തെ വെളുത്തുള്ളി നാട്ടിൽ നമ്മളൊരു 5-6 അല്ലി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒറ്റൊന്നും ആവശ്യമില്ല. അമ്മാരി പരിപ്പ്. അങ്ങനെ ഞാനത് 3 ഇട്ടു. ആദ്യത്തെ കുക്കല്ലേ, അങ്ങനെ കുക്കിംഗ് അല്ലേ, അങ്ങനെ 3 ഇട്ടു. 3 ഇട്ടതിൽ മീൻകറിയുടെ ഒരു ചുവ പോലുമില്ല. ഫുൾ എന്തിൻ്റെ ചുവ? വെളുത്തുള്ളിയുടെ. അങ്ങനെ നമ്മുടെ മീൻകറി അട്ടർ ഫ്ലോപ്പായി അവിടെ. അങ്ങനെ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ രാവിലെ റൂമിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു പതിവില്ല. ഒരു ചായ ഇട്ട് കുടിച്ചു. പക്ഷേ അങ്ങനെ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മദീനയിൽ നിന്ന് നമ്മൾ റവ വാങ്ങിച്ചു. അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഒരു ദിവസം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വല്ല പാനിലോ ചീനച്ചട്ടിയിലോ അങ്ങനെ വല്ലതുമായിരിക്കില്ല. പക്ഷേ ഞാൻ കുക്കർ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അങ്ങനെ കുക്കറിൽ ഉപ്പുമാവ് ഉണ്ടാക്കി. ഉപ്പുമാവ് ഒരുമാതിരി ഉപ്പുമാവ് സാധാരണ നമ്മൾ എന്താ പറയുക, ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റി അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഇതാക്കില്ലേ. പക്ഷേ വെള്ളം കൂടിപ്പോയി. പക്ഷേ അത് പശ പോലെയായി. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് കുഴപ്പമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിച്ച റവയുടെ കുഴപ്പമായിരിക്കാം. അങ്ങനെ ആ ഉപ്പുമാവ് ഒരുമാതിരി മറ്റേ ചീസൊക്കെ ഇങ്ങനെ അതുപോലെയായിരുന്നു ഉപ്പുമാവ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഉപ്പുമാവ് അവിടെ ഫ്ലോപ്പായി. അങ്ങനെ ഉപ്പുമാവിനെ ഉണ്ടാക്കില്ല എന്നുള്ള ശബ്ദവുമായി ഞാൻ മുമ്പോട്ട്. അങ്ങനെ പിറ്റേന്ന് പുട്ടുണ്ടാക്കാൻ എന്ന് വിചാരിച്ചു. എന്തുകൊണ്ട്? റവേനെ കൊണ്ട് പുട്ടുണ്ടാക്കാൻ വിചാരിച്ചു. പുട്ടുണ്ടാക്കാൻ വേണ്ടി നാട്ടിലമ്മ കാണിക്കുന്ന ഒരിതുണ്ട്. അതായത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ മുന്നേ നമ്മൾ കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് പുട്ട് നമുക്ക് വൈകിട്ട് വരെയാണെങ്കിലും നല്ല വൃത്തിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ ആവുമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇത് റവയിലേക്ക് അങ്ങനെ കുറച്ച് വെള്ളം കൊടുത്തു. അങ്ങനെ വീണ്ടും ഞാൻ റവ എടുത്തു. അങ്ങനെ അത് മാറ്റി വെച്ചു. പുട്ടുണ്ടാക്കാൻ വേണ്ടി ആ കുറ്റിയൊക്കെ എടുത്ത് വെച്ച് സാധനമൊക്കെ സെറ്റ് ചെയ്തു. തേങ്ങയൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ ഇതാക്കി. പക്ഷേ അതും ഫ്ലോപ്പായി. വെള്ളം ഒഴിച്ചെങ്കിലും ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. അങ്ങനെ ചെയ്ത് അത് ലാസ്റ്റ് ഞാൻ വെക്കാൻ നേരത്താണ് ഉപ്പിട്ടിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പെടുത്തിട്ട് കലക്കി അതിനകത്ത് ഒഴിച്ചു. അങ്ങനെ എന്തായി? വെള്ളം വീണ്ടും കൂടി. അങ്ങനെ വീണ്ടും കൂടി ആ പുട്ടുണ്ടാക്കൽ അവിടെ ഫ്ലോപ്പ്. ആ പുട്ടിപ്പോൾ ഫ്രിഡ്ജിൽ കിടക്കുന്നത് തിന്നിട്ടില്ല. ഇതാണ് എൻ്റെ UAE വന്നിട്ടുള്ള ഫുഡിൻ്റെ ഫ്ലോപ്പ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ സന്തോഷപൂർവ്വം ഞാൻ നല്ലൊരു കുക്കല്ലാന്ന് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട്.